ഹിന്ദു ഐക്യവേദി കൊല്ലം ജില്ലാ സെക്രട്ടറി പുനലൂർ ഹരി നടത്തിയ ഹിന്ദു അവകാശ മുന്നേറ്റ യാത്രയ്ക്ക് ആര്യങ്കാവ് ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും തുടക്കമായി. വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി.കെ. സോമശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദുക്കൾ സാങ്കേതികമായി ഭൂരിപക്ഷ സമുദായമാണ്, ഭൂരിപക്ഷമാണ്. എന്നാൽ ഹിന്ദുക്കൾ കേരളത്തിൽ രാഷ്ട്രീയമായ ഒരു അധികാരത്തിലേക്ക്, രാഷ്ട്രീയമായ ഒരു സംഘടനാ മികവിലേക്ക് എത്തിച്ചേരുന്നതിനും കേരളത്തിലെ ഭരണത്തിൽ ഹിന്ദു എന്ന ഒരു മേൽക്കോയ്മ നേടാനും നാളിതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ കേരളത്തിൻ്റെ കഴിഞ്ഞ കാല ഭരണം പരിശോധിക്കുമ്പോൾ ഹിന്ദു സമുദായത്തിലെ ഒന്ന് രണ്ട് വിഭാഗങ്ങൾക്ക് ഭരണത്തിൽ പങ്കാളിത്തം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഹിന്ദു എന്ന ഭൂരിപക്ഷം വരുന്ന ഈ ജനവിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനോ ഭരണകൂടം നാളിതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ എടുത്ത് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ഈ 75 വർഷത്തെ ജനാധിപത്യ ഭരണം പരിശോധിക്കുമ്പോൾ ആ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്തെല്ലാം നേടി, ഭരണത്തിൽ അവർ ചെലുത്തുന്ന സ്വാധീനം, അവർക്ക് എത്രമാത്രം സാമൂഹികമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയമായി എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, എന്നാൽ ഹിന്ദു സമൂഹം എവിടെ നിൽക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവപൂർവം ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ആര്യങ്കാവ് പ്രദീപ അധ്യക്ഷനായിരുന്നു. 2012 ഹിന്ദു ഐക്യവേദി സർക്കാരിന് സമർപ്പിച്ച അവകാശ പത്രികയിലെ ആവശ്യങ്ങൾ എത്രയും വേഗം നടപ്പിലാക്കണമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ ടി.കെ. സോമശേഖരൻ ആവശ്യപ്പെട്ടു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി തെക്കടം സുദർശനൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ഓച്ചിറ രവികുമാർ, വർക്കിംഗ് പ്രസിഡന്റ് തലവൂർ ഗോപാലകൃഷ്ണൻ, താലൂക്ക് പ്രസിഡന്റ് കെ. ചന്ദ്രൻപിള്ള, ബിജു സൂര്യ, രവികുമാർ, അയ്യപ്പൻ, രവിചന്ദ്രൻ, ഉദയകുമാർ, ആർ. ജയൻ, സോമൻ, സുരേഷ് കുമാർ, പി. സജു എന്നിവർ സംസാരിച്ചു. ആര്യങ്കാവിൽ നിന്നും ആരംഭിച്ച ഹിന്ദു അവകാശ മുന്നേറ്റ യാത്ര തെന്മല, കുളത്തൂപ്പുഴ എന്നിവിടങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി ഏരൂരിൽ സമാപിച്ചു. സമാപന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിച്ചു അധ്യക്ഷനായിരുന്നു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി തെക്കടം സുദർശനൻ ഉദ്ഘാടനം ചെയ്തു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്.